ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ആയിഷു, അധ്വാനത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം. റമദാനിൽ അയാൾ പുരുഷനാണ്, തറാവീഹ് നിസ്കരിക്കുന്നു, മറ്റു സുഹൃതങ്ങൾ ചെയ്യുന്നു, അയാൾക്ക് സമയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പരമാവധി സമയങ്ങൾ അയാൾക്ക് ഉപയോഗിച്ച് ഒരുപാട് ഖത്തുമുകൾ ഓതി തീർക്കാൻ പറ്റും. അയാൾ ഓതി തീർത്തത് ഒരു ഖത്തുമാണ്. അയാളുടെ ഭാര്യ റമദാന്റെ കുറച്ചു കാലം മുന്നേ പ്രസവിച്ച് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. കുട്ടിക്ക് പാല് കൊടുക്കുന്നു. അതുപോലെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിനുണ്ട്. അടുക്കളപ്പണി, വീട്ടുജോലി, മറ്റു മക്കളെ തർബിയത്ത് നടത്തേണ്ട ജോലികൾ ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ നോമ്പ് പരമാവധി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മക്കളെ സ്കൂളിലേക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്യുന്നതിന്റെ ഇടയിൽ ആ പാവം കഷ്ടപ്പെട്ട ഒരു ഖത്തും ഓതി തീർത്തിട്ടുണ്ട്. അവരുടെ ഫാമിലി ഖുർആൻ കൂടുതൽ ഓതി തീർത്തവർക്ക് ഒരു ഗിഫ്റ്റ് പ്രഖ്യാപിച്ചാൽ രണ്ടാക്കും തോനോ ബറാബറല്ലേ, അത്രേ ഉണ്ടാവും. ഇവിടുന്ന് അത്രേ കൊടുക്കാൻ പറ്റും. പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന കൂലി അല്ല ഒരിക്കലും ആണിനുണ്ടാവും. ആണിന് കുറവായിരിക്കും. അജ്റുക്കി അലാ ഖദരി നസബക്കി. ഇവിടെ അധ്വാനത്തിന്റെ ലോകമാണ്. അൽ യൗമ അമലുൻ ഗദൻ ജസാഉൻ. ഇവിടെ പണിയെടുക്കേണ്ട ലോകമാണ്, അധ്വാനത്തിന്റെ ലോകമാണിത്. ഗദൻ ജസാഉൻ, ആഖിറമാണ് പ്രതിഫലത്തിന്റെ ലോകം.